രാവിലെ നല്ല സൂപ്പർ ഒരു പണി കിട്ടി. ഒരു 30,000 രൂപ കയ്യിൽ നിന്ന് പൊട്ടി. സിഞ്ചസ് തന്നെ ഏകദേശം 100 കൂടുതൽ ഡെഡായി. നമ്മളെ ക്യൂൾസ് ഡെഡായി. അങ്ങനെ ഇതിനകത്ത് വീഴുന്നവരാരും രക്ഷപ്പെട്ട് കയറി വരത്തില്ല. കാരണം എന്തോ കഴിച്ച് പോവുക. അതിൻ്റെ അകത്തിട്ട് എന്തിനാ പിടിച്ചു. അപ്പം നിധി ഏതാ പ്ലാൻ ചെയ്തേ? ഇതിൻ്റെ അകത്തിട്ട ആൾക്കാർ ഈ സെക്ഷൻ മുഴുവനും വെറൈറ്റീസായി. ആ ടാങ്കിൻ്റെ അകത്തുള്ള മുഴുവൻ ആൾക്കാരെ അങ്ങ് എടുക്കുകയാണ്. നമ്മളെ റെക്ടൈൽ കബൂത്തോ ചിലപ്പോൾ ലൈവ് കൊടുക്കും, ചിലപ്പോൾ പെല്ലറ്റ് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്തിയ കേട്ടോ. ഞാൻ 9 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. രാവിലെ നല്ല സൂപ്പർ ഒരു പണി കിട്ടി. ഒരു 30,000 രൂപ കയ്യിൽ നിന്ന് പൊട്ടി. അത് കഴിഞ്ഞ് നേരെ നമ്മളെ വീട്ടിലെത്തി. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തു. ഇത് നമുക്ക് സ്പോൺസറിനെ കിട്ടിയ കേട്ടോ. അപ്പോൾ സ്പോൺസർ വാങ്ങിച്ച് തന്ന ഫിഷസിനെയാണ് നമ്മൾ ഇന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വണ്ടി റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുണ്ട്, നിങ്ങൾക്ക് കാണാനുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വണ്ടി റിവേഴ്സ് കയറ്റിയ ആ ഒരു അനക്കമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിലോട്ടെത്തി. ഓക്കെ, അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളതെല്ലാം വെളിയിറങ്ങി പറഞ്ഞുതരാം. ബാ. യെസ്, അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ഒരു പർച്ചേസ് ആയിട്ട് ഒരു വെറൈറ്റി സാധനത്തിന് തന്നെ നമുക്ക് ഇന്ന് കിട്ടി. സ്പോൺസർ മേടിച്ചെന്താണ് കേട്ടോ. എന്ത് ഇറങ്ങണില്ലേ? വാ അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, യെസ്. നിധി ഇന്ന് വാങ്ങിച്ച സാധനം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇന്ന് നിധിയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഒരു വെറൈറ്റി നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അല്ലേ? പക്ഷേ അതിൽ ഇത് മേടിച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു വെറൈറ്റി നമ്മൾ മേടിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പോൾ കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കാം. വാ, ഇത് തുറന്നോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തുടക്കത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണെന്ന്. അല്ല, ഇത് നമ്മളെ ഗ്ലാസ് ടാങ്ക് കേട്ടോ. അന്ന് കൊണ്ടുപോയ ഗ്ലാസ് ടാങ്ക്, 2 ഗ്ലാസ് ടാങ്ക് ഒറ്റ ഗ്ലാസ് ടാങ്കായിട്ട് പണിഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ. ഇനിയിപ്പോൾ അതെടുത്ത് കൂട്ടിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എവിടെയാണ് പോയതെന്ന്. നമ്മളെ വെറൈറ്റി ഫിഷസ് ഒക്കെ വരുന്ന നമ്മുടെ ഷോപ്പിലോട്ടാണ് പോയേക്കുന്നത്. അവിടുന്ന് നമ്മൾ ഇതുവരേക്ക് എടുക്കാത്ത, നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത ഒരു വെറൈറ്റി അവിടെ ആ ടാങ്കിലുള്ള മൊത്തം പേരെ എടുത്തല്ലേ നിധി? അവിടെയുള്ള എല്ലാവരും എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടുണ്ടല്ലേ? ബാക്കിയുള്ള എല്ലാ ഫിഷസിനും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് വെറൈറ്റി ഫിഷസ് അവിടെ വന്നു കേട്ടോ. ഏലിയൻ ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഏലിയൻ ഫിഷസിനൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. ഗാലക്സി, എന്തൊക്കെയോ വെറൈറ്റീസ് കേട്ടോ. ഇതൊക്കെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പം അവിടെ പോകുമ്പോഴാണ് എല്ലാം കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ കാണുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളെയും കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ വെറൈറ്റി ഫിഷസിനെല്ലാം കാണാൻ വേണ്ടി പറ്റും. രാവിലെ 9 മണിക്ക് എങ്ങനെയാണ് എൻ്റെ 30,000 രൂപ എനിക്ക് നഷ്ടമായതെന്നും കൂടെ നിങ്ങൾ കണ്ടിട്ട് പോവാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടെ വരും. പിന്നെ നമ്മളെ സ്പോൺസർ ആരാണെന്ന് നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പോയി കണ്ടിട്ട് വാ. അല്ലേ നിധി? സമയം വന്നിട്ട് 11 മണി കേട്ടോ. രാവിലെ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം എത്തിയപ്പോൾ വ്ളോഗൊക്കെ ചെയ്ത് എത്തിയ സമയത്ത് നല്ലൊരു പണി നമുക്ക് കിട്ടി കേട്ടോ. പണി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ സാംസങ് അൾട്രയിലാണ് കേട്ടോ. നമ്മൾ ഐഫോൺ ഞാൻ കാണിച്ചു തരാം. ഐഫോൺ ഡിസ്പ്ലേ അടിച്ചു പോയി കണ്ടോ. ഒന്നുമില്ല. രാവിലെ മുതൽ വ്ളോഗ് ചെയ്തത് നമ്മൾ 2 ദിവസം മുന്നേ ഉള്ള നമ്മളെ വീഡിയോസ് എല്ലാം ഇതിൻ്റെ അകത്തായിരുന്നു. ഡിസ്പ്ലേ മാറ്റുമ്പോൾ ഫുൾ പോകും. അപ്പോൾ ഇപ്പം ഞാൻ സർവീസ് സെൻറ്ററിൽ വിളിച്ചു, ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ചു. നമുക്ക് ലോക്കൽ ഷോപ്പിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് മാറ്റില്ലേ പറ്റുള്ളൂ. കാരണം നമ്മളെ ചാനലിൽ വീഡിയോസൊക്കെ ഇടാനും നമ്മൾ വ്ളോഗ് ചെയ്യാനും നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത് മതി. നമ്മൾ ഗോപ്രോ ആയിരുന്നു നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗോപ്രോ മാറ്റി നമ്മൾ നേരെ ഐഫോണിലോട്ടാക്കി. ഐഫോണിലെ ഒരു പ്രശ്നം എന്നൊക്കെ വെച്ചത് ഇതൊക്കെ തന്നെയാണ്. ഡിസ്പ്ലേ പോയി. 13 സീരീസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. 13-ൽ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു സോഫ്റ്റ്വെയർ ബഗ് എന്നാണ് കേട്ടോ അവർ പറയുന്നത്. നമ്മളെ കംപ്ലയിൻറ്റ് പോലും ഇല്ല, തറ വീണിട്ടില്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഒരു കുഴപ്പമില്ല. സോഫ്റ്റ്വെയർ അപ്ഡേഷനും ഞാൻ ചെയ്തില്ല. കാരണം ഈ ഫോണിൽ സിം ഇല്ല, ചുമ്മാ യൂസ് ചെയ്യുന്ന ഫോണാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ്. വേറെ ഒന്നിനും ഇത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഫോണിന് പണി കിട്ടി. അൾട്രയിലൊക്കെ വീഡിയോ സെറ്റ് ആവത്തില്ല, ഐഫോണിൽ മാത്രമേ വീഡിയോ സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ പൈസ നോക്കി നിന്നാൽ നമ്മളെ കാര്യങ്ങൾ നടന്ന് മുന്നോട്ട് പോകത്തില്ല. ജസ്റ്റ് മൂവ് ഓൺ, സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ കൊണ്ടേ കാണിക്കട്ടെ എന്താ അവർ പറയണേ നോക്കട്ടെ. ഇപ്പം ഞാൻ പട്ടത്താണ് കിടക്കുന്നത് കേട്ടോ. ചെറിയൊരു മഴയൊക്കെ പൊടിയുന്നുണ്ട് കണ്ടോ. മഴയൊക്കെ പൊടിയുന്നുണ്ട്. അപ്പോൾ നേരെ ഞാൻ അകത്ത് കയറിയിട്ട് കാണാം. A few moments later. ഓക്കെ, അങ്ങനെ വണ്ടിക്കകത്തോട്ട് കയറി. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ മാറി. നമ്മുടെ സ്പെയർ ഡിസ്പ്ലേ, അതായത് നമ്മുടെ പഴയ ഡിസ്പ്ലേ
നമ്മൾ പുതിയ ഫോൺ കാണിച്ചിട്ടുണ്ടേ. പുതിയ ഫോണിൽ സെറ്റപ്പ് കാണിച്ചാലേ ഫോൺ അയ്യ ദേ എല്ലാം വർക്കിംഗ് ആയി. അയ്യോ ക്യാമറയാണ് പോട്ടെ. ഓക്കെ, ഫുള്ള് സർവീസ് ചെയ്തു, പിന്നെ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചു, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തു, എല്ലാം ചെയ്തു. എല്ലാം നമ്മളെ സൈഡ് നമ്മളെല്ലാം പക്കയാക്കി. വേറെ ഒന്നുമല്ല, ഇനി നമുക്ക് അധികം പണികൾ വരാൻ വേണ്ടി പാടില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ അത് മൊത്തം ചെയ്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾ വീഡിയോസ് മൊത്തം കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഏകദേശം 28,000 രൂപ ഡിസ്പ്ലേക്ക് മാത്രം കേട്ടോ. പിന്നെ സ്ക്രീൻ ഗാർഡ് കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തു. അങ്ങനെ പണികളെല്ലാം ചെയ്തു കേട്ടോ. അങ്ങനെ അതെ ഓടി നമ്മളെ വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഇവിടെ മഴ കേട്ടോ. നമ്മുടെ അങ്ങോട്ടാണെങ്കിൽ സിറ്റിയിലോട്ടൊക്കെ ആണെങ്കിൽ മഴയില്ല, ഇങ്ങോട്ടാണെങ്കിൽ നല്ല മഴ. അപ്പോൾ ഞാൻ വന്നു, ദേ നിധി നമ്മുടെ റബ്ബർ ഷീറ്റ് എടുത്ത് തരാണ് കേട്ടോ. ഈ മാസം കുറച്ചേ ഉള്ളൂ അല്ലേ, ഇത്രയും വലിയൊരു ഫണ്ട് 10-30,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് കൊണ്ട്. അപ്പോൾ നിധി പറഞ്ഞു ഇവിടെ കുറച്ച് റബ്ബർ ഷീറ്റ് ഇരിപ്പുണ്ട്, അതെന്തായാലും നമുക്ക് വിൽക്കണം, അത് വിറ്റിട്ട് അതിൽ നിന്ന് നമുക്ക് ഫിഷത്തിനെ മേടിക്കാം. നമുക്കല്ല, നിധി സെലക്ട് ചെയ്ത് നിധി സ്പോൺസർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമുക്ക് സ്പോൺസറിനെ കിട്ടിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ സ്പോൺസർ. അതെ കഷ്ടപ്പെട്ടത് റബ്ബർ ഷീറ്റൊക്കെ അടുക്കി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിധി അങ്ങനെ പറഞ്ഞല്ലേ, നമുക്ക് നോക്കി നോക്കാം നിധി എന്താണ് സെലക്ട് ചെയ്യുന്നത്, നമുക്ക് എന്ത് വാങ്ങിക്കാൻ പറ്റും എന്ന് നമുക്ക് ഷോപ്പിൽ പോയി നോക്കി നോക്കാം. മിക്കവാറും കുറച്ച് വെറൈറ്റി ഫിഷസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട്. 2:30 അവിടെ എത്തണം, 2:20 അല്ലേ. ആ ചേച്ചി നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിധി ഇതേ റബ്ബർ ഷീറ്റ് ഫുള്ളായിട്ട് എടുത്തു. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ അല്ലേ. ഈ വട്ടം ഭയങ്കര കുറവാണ് കേട്ടോ. സാധാരണ എൻ്റെ ഈ കാറ് മൊത്തം ഒന്ന് അറിയുന്നതാണ് അല്ലേ, ബാക്ക്. ആ ഓക്കെ, 5 ദിവസത്തെ ഷീറ്റ് ഇത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് നേരെ. എന്തോ കണ്ണ് വെച്ചെന്ന് ഇത് നമ്മൾ കൊണ്ട് കൊടുക്കും. അവിടെ നിന്ന് നേരെ നമ്മൾ ഷോപ്പിലോട്ട് പോകും, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യും അല്ലേ നിധി? യെസ്, ഓക്കെ. അപ്പോൾ തിരിക്കാം. ഭയങ്കര മഴയുടെ ഒരു ക്ലൈമറ്റ് അല്ലേ, നൈസ്. അതെ, അപ്പോൾ റബ്ബർ ഷീറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. സ്ഥലം കണ്ടോ, നല്ല ഉള്ളിലോട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ റബ്ബർ ഷീറ്റ് കൊടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. നമ്മൾ വരാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റിംഗ് ചേച്ചി. നല്ല മഴയാണ് ഇങ്ങോട്ട്. അപ്പോൾ ഉണ്ടോ, നല്ലയില്ല, ചാറ്റിക്കോട്ട് വിടും. നല്ല മഴ കഴിഞ്ഞു. ഇനിയിപ്പോൾ മിക്കവാറും ഇനി വൈകുന്നേരം നല്ല മഴ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനിയിപ്പോൾ നേരെ നമ്മുടെ ഷോപ്പിലോട്ട് പോകാം. നിധിയാണ് കേട്ടോ ഇന്ന് സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങോട്ട് കാണിച്ചേ, എന്താ എടുക്കാൻ വേണ്ടി പോകുന്നത്? നിധിയുടെ ബഡ്ജറ്റിൽ എന്താണോ നിധിക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിധി എന്തായാലും എടുക്കാമെന്ന് പറഞ്ഞു. നോക്കാം എന്താണെന്ന്. നമുക്ക് എന്തെങ്കിലും വെറൈറ്റി എടുക്കാം അല്ലേ നിധി? എന്തെങ്കിലും വെറൈറ്റി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഷോപ്പിലോട്ട് എത്തി കേട്ടോ. വണ്ടി റിവേഴ്സ് കയറ്റം, ചെടിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിത് വണ്ടി പാർക്ക് ചെയ്തു. ഇനി നേരെ നമുക്ക് ഷോപ്പിനകത്തോട്ട് കയറാം. ബാ, പുതിയ സെറ്റപ്പൊക്കെ ആയി കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം. നിധി അങ്ങോട്ട് പോയിട്ടുണ്ട്. നിധി ഇനി വരെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളതാണോ എന്ന് അറിഞ്ഞൂടല്ലോ. അതിന് സെലക്ട് ചെയ്യാൻ പോയതാ? ഞാൻ വിചാരിച്ചു മോൺസ്റ്റർ ഫിഷസിനെ എടുപ്പിക്കുന്നത് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാർ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ബട്ടർ കോഫി അല്ലേ ആണെന്ന് തോന്നുന്നു കേട്ടോ. സെനകൾ ബ്ലാക്ക് കവറിൻ്റെ അകത്ത് ഒരാളിരിക്കണ വഴിക്ക് എന്തായിരിക്കുന്നു. ഓക്കെ, നൈസ്. ഇപ്പോൾ തൊട്ട് ഇപ്പുറത്തോട്ട് വരുമ്പം ഇവിടെ എന്നാ, ഇത് നമ്മളെ റെക്ടൈൽ ഗൗരയാണ് കേട്ടോ. മനസ്സിലായോ? നമ്മളെ ഗൗരയുടെ റെക്ടൈലാണ് കേട്ടോ കിടക്കുന്നത്. കുറച്ച് ലിമിറ്റഡ് സാധനമാണ്, കിട്ടാനില്ലാത്തതാണ് കേട്ടോ. ഒളിച്ചെടുക്കുന്ന നോക്കി അവൻ്റെ ടൈൽ കണ്ടാറുണ്ട്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ആരുടെ കൂടെ കിടക്കണം? ഇതാരാ? പീക്കോക്കിൻ്റെ കൂടെയാണോ കിടക്കണത്? നൈസ്. ഇവനാണ് ആള് കണ്ടോ. ഇത് നമ്മളെ റെക്ടൈൽ ഗൗര കേട്ടോ. അധികം കാണാനില്ലാത്ത ആളാണ്, നല്ല പ്രൈസും ഉണ്ട് ആൾക്ക്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഗാറ് കിടപ്പുണ്ട്. ഇവിടെ നമ്മുടെ ക്യാറ്റ് ഫിഷ് അന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇത് പുതിയൊരു വെറൈറ്റിയാണ്. മോൺസ്റ്റർ ഫിഷ് ടാങ്കിൽ തന്നെ ഇടാം എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ ചിലപ്പോൾ ലൈവ് കൊടുക്കും, ചിലപ്പോൾ പെല്ലറ്റ് കൊടുക്കും കേട്ടോ. ടെയിൽ കണ്ടോ, നല്ല അടിപൊളി റെഡ് ടെയിലല്ലേ. ആ ഒരു പാറ്റേൺ നോക്കിക്കേ, അടിപൊളി. അതേപോലെ എത്ര എണ്ണം നിൽക്കണം നോക്കിക്കേ. ഒരു 3-4 കിടപ്പുണ്ട്. നൈഫ് ഫിഷ് എത്ര പേരാന്ന് നോക്കിക്കേ. അപ്പുറം ഇപ്പുറം എല്ലാം നൈഫ് ഫിഷ്. ഇതിൻ്റെ ഒരു ബ്ലാക്കാണ് നമ്മൾ മോൺസ്റ്റർ ടാങ്കിൽ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നിധി തീരുമാനിച്ചോ ഏതെടുക്കാന്ന്? കണ്ടുവെച്ചോ? നിധി എന്താ കണ്ടുവെച്ചേ നമുക്ക് നോക്കാൻ വേണ്ടി പോവാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് പോകാം കേട്ടോ. ഇത് നോക്കിക്കോ, ഗപ്പീസാണ്. കൊള്ളാം അല്ലേ?
നൈസായിട്ടുണ്ട്. അതെ മോളിൽ നിന്നുള്ള വ്യൂ നോക്കിക്കേ. നമ്മുടെ ടൈഗർ ബാർബാണ്. കൊള്ളാമല്ലേ? തൊട്ടിപ്പുറത്ത് ഇത് നമ്മളെ പ്ലാറ്റീസിൻ്റെ ആൾക്കാരല്ലേ. ഇത് വന്നിട്ട് നമ്മൾ ഗപ്പീസ് കേട്ടോ. ഗപ്പീസ് കുറേ ആൾക്കാർ കിടപ്പുണ്ട്. ഗപ്പീസ് സാധാ ഗപ്പീസാണ് കേട്ടോ ഇതെല്ലാം. നമ്മളത് ആ സെക്ഷൻ കണ്ടു, ഈ സെക്ഷൻ കണ്ടു. ഇവിടുത്തെ ഒരാളെ കാണിച്ചില്ല, എല്ലാവർക്കും കാണിക്കുന്നത് തന്നെയാണ്. നമ്മളെ അരോണ, റിട്ടൈൽ അരോണ അടിപൊളിയല്ലേ. ഞാൻ ഇവിടെ ഒരാളെ കാണിച്ചിട്ടുണ്ട്. നമ്മളെ വാഹക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത്. കൊള്ളാമല്ലേ? അവിടെ നിന്ന് വെട്ടം വരുന്നതാണോ ക്ലിയർ ആവാത്തത് നിങ്ങൾക്ക്? ഇത് എല്ലാം നമ്മളെ കബൂത്തോസ്. ഓക്കെ, ഇത് ആക്ച്വലി അവിടെ നിന്ന് വെട്ടം അടിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. തൊട്ട് താഴെയാണെങ്കിൽ ഇതാണ് നമ്മളെ ഏഞ്ചൽസ്. ഓക്കെ, അതെ നിധി എന്തോ തപ്പി പോകുന്നുണ്ട്, കാണിക്കാം. ഇവിടെ നോക്കിയേ. ഓ, നമ്മളെ അരോണ സെറ്റല്ലേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കുഞ്ഞ് സൈസ് ഇവിടെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. പിന്നെ നമ്മൾ അന്ന് കാണിച്ച പോലെ നമ്മുടെ അരോണ ഒരു 2 feet പ്ലസ് ഉള്ളതാണ് കേട്ടോ. ഓ, അതിൻ്റെ കൂടെയും കബൂത്തോ കിടപ്പുണ്ട്. ഇത് കണ്ടോ? ഓക്കെ, പിന്നെ അതെ ഇതെല്ലാം ഫൈറ്റേഴ്സാണ്. ഫൈറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാണിക്കാൻ തന്നെ അതേ കാണിക്കുള്ളൂ. കാരണം കണ്ടോ, ആ ഗ്ലാസ് മുഴുവനും ഫൈറ്റേഴ്സാണ്, ഇഷ്ടം പോലെ. ദൈവനെയൊക്കെ നോക്കിക്കേ, ദൈവനൊക്കെ നൈസല്ലേ? കൊള്ളാം, ദൈവം നൈസായിട്ടുണ്ട്. ഇത് ഞാൻ വന്നപ്പോൾ നമ്മളെ സീബ്രസ് വന്ന് നിൽക്കുന്ന നോക്കിക്കേ. കൊള്ളാം അല്ലേ? ഓക്കെ, അപ്പോൾ നിധി എന്താ കണ്ടു വെച്ചേക്കണേന്ന് ഇപ്പോൾ പറയണ്ട, നമുക്ക് ബാക്കിയെല്ലാം കവർ ചെയ്തിട്ട് വരാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഇതായത് നോക്കിയേ. ഏതോ ഭയങ്കര ഓട്ടമാണല്ലോ അവൻ, ഭയങ്കര അഗ്രഷനുള്ള ആളാണ് കേട്ടോ അവൻ. നമ്മളെ പാരറ്റ് ഫിഷ്, പിന്നെ ചിക്കലിൻ്റെ വേറെ വെറൈറ്റി ഇതേ മുകളിലുണ്ട്. ഇതോ അങ്ങ് കിടക്കുന്ന പാരറ്റ് ഫിഷ്, പ്ലാറ്റീസിൻ്റെ ഒരു സെക്ഷൻ. ഇത് ഇവിടെ കിടക്കുന്ന ആളാണ് എനിക്ക്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കറിയാം, നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ കറങ്ങിപ്പോയി കാണിച്ചു തരാം. ഇവിടെയും വേറെ ആൾക്കാർ കിടപ്പുണ്ട്. ഇത് നമ്മളെ ടിൻഫോയിഡാണ്. ബ്ലാക്കാണോ വൈറ്റാണോ? വൈറ്റ് ബ്ലാക്കും ഉണ്ട് കേട്ടോ. ടിൻഫോയിഡ് ക്ലിയർ ആവുന്നില്ല അല്ലേ? ഇത് നോക്കിക്കോ. ഓക്കെ, ഷാർക്കിൻ്റെ സെക്ഷൻ. ഒറാൻഡ പേര് കേട്ടോ. ഒറാൻഡ കിടക്കുന്നു. പോണോ നോക്കി. ഗോൾഡ് കളർ പ്ലാറ്റി കേട്ടോ, നൈസ്. പിന്നെ ഈ ടാങ്കിൻ്റെ അകത്ത് ഒന്നും ഇല്ലെന്ന് പെട്ടെന്ന് വിചാരിക്കും. ഫിഷ് കിടക്കുന്ന നോക്കാം, നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഫിഷ് കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടത് ഇതെന്നാ എന്തോ, ഇതിനെനിക്കൊരു ഐഡിയ ഇല്ല. അടുത്ത വെറൈറ്റി ഇത് ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മളെ റോസി ബാർബല്ലേ ഇത്? വേണമെന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാമല്ലേ? തൊട്ടിപ്പുറത്ത് നമ്മളെ ഫൈറ്റേഴ്സിൻ്റെ ഫീമെയിൽസാണ് കേട്ടോ. അത് ഇവിടെ ഒരു ഷാഡോ മാത്രം വരുന്നുണ്ട്. ഇതേ, ഓ, ഈ സെക്ഷനിൽ വല്ലതും ഉണ്ടോ നമുക്ക് നോക്കാം. വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അല്ലേ പ്ലാറ്റീസിൻ്റെ ആൾക്കാർ. നമ്മൾ ബലൂൺ മോളീസാണോ ഇത്? അവരെ തന്നെ ഇപ്പുറത്തെ ടാങ്ക് മതി തന്നെയാണ്, ഒറ്റ ടാങ്കാണ് കേട്ടോ ഇത്. വേറെ കുറച്ച് വെറൈറ്റീസ് കുറേ ഉണ്ട് കേട്ടോ, മിക്സായിട്ട് കിടക്കുക അവരും ഇവരും എല്ലാം. നമ്മുടെ സീബ്രാസ് കിടക്കുന്നു. ഗപ്പീസിൻ്റെ വേറെ വെറൈറ്റി. ഇവിടെ ആരാ കിടക്കണമെന്ന് നോക്കിയേ. ലോബ്സ്റ്റർ അല്ലേ? അത് ക്രൈ ഫിഷാണ്, ലോബ്സ്റ്ററാണെന്ന് തോന്നുന്നു. ഈ നമ്മളെ ഫ്ലവർ ഹോൺ അവിടെ ചേർന്നിരിക്കുന്നത് നമ്മളെ വൈറ്റ് സക്കർ. ഫ്ലവർ ഹോൺ തന്നെ കുറേ ഉണ്ട് കേട്ടോ. 1 2 3 3 ഉണ്ട് കേട്ടോ ഫ്ലവർ ഹോൺ. അല്ലേ, ഇവിടെ ഏഞ്ചൽസ്, കുഞ്ഞ് ഏഞ്ചൽസാണ് കേട്ടോ. അതെ, ഇവിടെയും കവർ ചെയ്തു. ഇത് കണ്ടോ, ഒരു പ്ലാന്റഡ് ടാങ്ക്. ഇത് രാത്രി കാണാൻ കേട്ടോ ഭയങ്കര രസം. നമ്മൾ ക്യാമറയിൽ ഇപ്പോൾ കാണുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഗ്ലെയർ അടിക്കും. ഓക്കെ, പിന്നെ അതെ ഈ സെക്ഷൻ മുഴുവനും, ഓ, ഇത് മൊത്തം നമ്മുടെ ഫൈറ്റേഴ്സാണ് കേട്ടോ. ഫൈറ്റേഴ്സിൻ്റെ എന്തോ വെറൈറ്റീസാണ്. ഇത് കണ്ടോ, നൈസല്ലേ? ഇതൊക്കെ കണ്ടോ. ഈ സൈഡ് ഇതെല്ലാം നമ്മളെ പ്ലാറ്റീസിൻ്റെ സെക്ഷനാണ്. ഇത് പുതിയ സ്റ്റോക്ക് വന്ന കേട്ടോ ഇതെല്ലാം. കൊള്ളാമല്ലേ? ഇതൊക്കെ നൈസായിട്ടുണ്ട്. ഇത് അങ്ങ് സൈഡിൽ കിടക്കണ ആരെന്നാ കണ്ടോ, ഫ്ലവർ ഫോൺ തന്നെയല്ലേ? ഓക്കെ, അവിടെ ഉള്ള കണ്ടോ വലിയ സൈസ് കണ്ടോ, ആ അരോണയുടെ കുഞ്ഞ് സൈസാണ് കേട്ടോ. ഇത് ഇവൻ അതേപോലെ ആവും. ഇവിടെ കിടക്കുന്ന എന്നാ
ഇത് മൂൺലൈറ്റ് ഗൗരിയാണ് കേട്ടോ. ഓ അവന്മാരുടെ കൂട്ടത്തിലാണ് കിടത്തേക്കുന്നത്. അത് കൊള്ളാമല്ലേ, അത് കുറേ ഉണ്ട് കേട്ടോ ഇത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ റെയിൻബോ ഷാർക്ക്. ഇതുമാർ കുറേ ഉണ്ട് കേട്ടോ. ഇതുമാർ ഭയങ്കര രസം കേട്ടോ കാണാൻ. നൈസായിട്ടുണ്ട്. പിന്നെ അത് അപ്പുറത്തെ ടാങ്കിൽ ആരാ കിടപ്പുണ്ട്. ഓ അപ്പോൾ ബാക്ക് വലിഞ്ഞ് കളഞ്ഞു. ചിക്കലിൻ്റെ എന്തോ വെറൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതെ ഈ സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഈ സൈഡ്. ഇവന്മാർ അപ്പുറത്തൊന്നും കണ്ടടി. ഈ സൈഡിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മെഡിസിൻ ചെയ്തിട്ടേക്കണം കേട്ടോ. അതൊരു കളർ വ്യത്യാസം. ആരൊക്കെയോ അടിയിലാരെങ്കിലും ഉണ്ടോ? ഓ അടിയിലുണ്ട് കേട്ടോ. പക്ഷേ വെയിൽ കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല. ഇതേ എന്തോ വെറൈറ്റി കിടപ്പുണ്ട് കേട്ടോ. തല മാത്രം കാണാം. പിന്നെ അതേ ഒരാൾ കിടക്കുന്നു. ഓ നൈസ്. ഇത് വന്നപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പ്ലാറ്റീസിൻ്റെ അടുത്ത സെക്ഷൻ. ഇതെല്ലാം പ്ലാറ്റീസിൻ്റെ സെക്ഷനാണ്. നൈസ്. ഫുഡെന്ന് പറഞ്ഞ് ഓടി വന്നതാണ്. അപ്പോൾ നിധി ഏതാ എടുക്കാൻ വേണ്ടി പ്ലാൻ? എന്തോന്ന് അരോണയോ? അരോണ എന്തിനാ പിടിച്ചു കേട്ടോ. ഇത് അരോണ. അയ്യോ അത് മിസ്സായിപ്പോ കേട്ടോ. അരോണ എന്തോ കഴിച്ച് പോവുക. അതിൻ്റെ തെറ്റ് എന്തിനാ പിടിച്ചു. അപ്പം നിധി ഏതാ പ്ലാൻ ചെയ്തേ? ഇതെന്തോ സംഗതി എന്തുവാ? മൂൺലൈറ്റ് അല്ല മൂൺലൈറ്റ് ഗൗരിയാണോ? അങ്ങനെ എന്തോ ആണല്ലേ എൻ്റെ പേര്. ഓ ഗൗരിയുടെ സെക്ഷൻ കേട്ടോ. ഇത് മതിയോ? എത്ര എണ്ണം എടുക്കാൻ പോകുന്നു? ഓ ഈ ടാങ്കിൽ ഫുള്ളുവോ? അത് കൊള്ളാമല്ല. ഓക്കെ, അപ്പോൾ ചേട്ടനെ ചെന്ന് വിളിച്ചിട്ട് വാ. നോക്കിയിട്ട് അങ്ങ് മൊത്തം അങ്ങ് എടുക്കാം. അത് കൊള്ളാം കേട്ടോ. ഇത് മൊത്തം നിധി എടുക്കാൻ വേണ്ടി പോകാമെന്ന്. നമ്മൾ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ആ ടാങ്കിൻ്റെ അകത്തുള്ള മുഴുവൻ ആൾക്കാരെ അങ്ങ് എടുക്കുകയാണ്. അതെ ഫണ്ടുണ്ടല്ലോ അല്ലേ. എടി നീ നിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ വിളിച്ചോണ്ട് പോകുന്നത്. ആ ഉണ്ടോ? വറക്കാം, പക്ഷെ ഇവിടെ വറക്കാവൂലടി. ഞാൻ വൈഫൈ തരാം, ഹോട്ട്സ്പോട്ട് തരാം. ഓക്കെ, വെളിയിൽ പോയി പൈസ എടുത്തിട്ട് വരാവേ. യെസ്, അപ്പോൾ അതെ നമ്മളത് മൊത്തം എടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് അവ ഒറ്റയ്ക്കായിട്ടോ ഇതേ പോകുന്നു. ഇതൊക്കെ നൈസല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവന്മാരെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പം ഒരാൾ മുകളിലിരിക്കുന്നത് നോക്കി. ആ ഒരു പേപ്പറിൻ്റെ കളറായതുകൊണ്ട് ശ്രദ്ധിക്കൂല. പോയി ഒളിച്ചിരിക്കുമ്പോൾ തന്നെ പെട്ടുപോയതാണ് അതിൻ്റെ അല്ല. ഓ അതായത് പ്ലക്കാർഡ് എന്ന് പറയുന്ന ഫൈറ്റേഴ്സിൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇത് പിന്നെ അതെ ഇവിടെ ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ് കേട്ടോ. അതെ ഇതിനെയൊക്കെ കണ്ടു. ഫൈറ്റേഴ്സിൻ്റെ വേറൊരു ഓരോ വെറൈറ്റീസ് അതെ അപ്പുറത്തും ഉണ്ട്. ഇതൊക്കെ നോക്കിക്കേ. ശെൻ്റമ്പോ, ഇത് ഗാലക്സി അല്ലേ? ശെൻ്റമ്മോ, ഇത് ഇവനെയൊക്കെ കാണാൻ എന്ത് രസമാണ്. ഇതൊക്കെ റെഡ് ഗാലക്സി കേട്ടോ. അതെ ഇത് നോക്കിയേ, ഇതൊക്കെ നൈസ് കേട്ടോ. ഇതെന്നാ? ഓ ഇതാണോ റെഡ് ഗാലക്സി? ഓ അതെ അങ്ങോട്ട് ഒഴിക്കേ. ഇതൊക്കെ സൂപ്പർ കേട്ടോ. ഇതിനെയൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇതൊക്കെ നൈസ് കേട്ടോ. ഇതേ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിക്കേ. നൈസ്. ഓ അതിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ അവിടെ കണ്ടത്. അതിൻ്റെ കുറച്ച് ആൾക്കാർ ഓ ഇതൊക്കെ കണ്ടോ. ശെൻ്റമ്പോ, ഇത് ഒരുപാട് വെറൈറ്റീസ് കേട്ടോ. അതായത് എൻ്റെ ഈ സെക്ഷൻ മുഴുവനും വെറൈറ്റീസായി ആ ഒരു ഇത്. പിന്നെ ഇത് മൊത്തം ജപ്പീസിൻ്റെയാണ്. ജപ്പീസിൻ്റെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ വീഡിയോ പയ്യെ വരും കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ. ഇത് വൈറ്റ് ഗാലക്സിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചിരുന്നതാ. ഇപ്പോഴെൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. ഇത് ഏലിയൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ വന്ന പുതിയ സ്റ്റോക്കാണത്. കിടക്കണം നോക്കിയേ. ഓ ഇത് നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഓക്കെ ഇരുന്ന് കേട്ടോ. കുറച്ച് നീളത്തിൽ നമുക്ക് വേണമായിരുന്നു. ഒരാളെ നമ്മൾ മേടിക്കുന്നുണ്ട്. കുറച്ച് നീളം ഉണ്ടെങ്കിൽ മാത്രമേ ആ ആളെ അടുത്ത് കിടക്കുള്ളൂ. ആരാണെന്നുള്ള വീഡിയോ പുറകെ വരും കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതെ നമ്മൾ സാധനങ്ങൾ എടുത്തു. ദേ ഒരു ലോഡ് മോട്ടോഴ്സ് ഫിൽറ്റേഴ്സാണ് കേട്ടോ ഇത് മൊത്തം. പിന്നെ നിധി വാങ്ങിച്ചു തന്ന നമ്മൾ പുതിയ ആൾക്കാർ. ഇത് വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ എടുത്തിട്ടില്ല ഇതുവരേക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീടെത്താം. യെസ്, അപ്പോൾ അതേ നമ്മൾ കൂട്ടിനകത്തോട്ട് കയറി കേട്ടോ. അയ്യോ, അപ്പോൾ ഇതുകൊണ്ടെന്ന് ആദ്യം വെക്കാം. അയ്യോ നമ്മൾ സ്റ്റിക്കർ മേടിച്ചില്ല, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കർ.
ഓക്കെ, അത് വേറെ ദിവസം മേടിക്കാം കേട്ടോ. നമ്മൾ പഴയ ആൾക്കാർ എന്ത് ചെയ്യുന്ന നിങ്ങൾ കാണണ്ടേ, അത് കാണിച്ചു തരാം. ഇതേ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് തൊട്ടടുത്തന്നെ വേറെ ടാങ്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. തൊട്ടടുത്തുള്ള ടാങ്കിൽ തന്നെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിട്ട് നമ്മളെ ഏഞ്ചൽസിനെ എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു കേട്ടോ. അങ്ങനെ ഇടാൻ കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഇതിൻ്റെ അകത്ത് നമുക്ക് തികയത്തില്ല, കുറച്ച് പ്രശ്നമായിരിക്കും. അപ്പോൾ അത് ടെമ്പറേച്ചർ ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ, ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി അവരോട് കിടക്കട്ടെ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് ഇതിൻ്റെ വലയും കൂടി മാറ്റിയേക്കാം. നമുക്കൊരു പാതി പേര് അതിൻ്റെ അകത്തും പാതി പേര് ഇതിൻ്റെ അകത്തും ഇടാം. നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ കിളിക്കൂടിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു പോണ്ട് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പണായിട്ട് ഇടുന്നതല്ലേ നല്ലതെന്ന്. നമ്മൾ ഓപ്പണായിട്ട് ഇടാത്തതെന്ന് വെച്ചാൽ നമ്മളെ ബേർഡ്സ് എല്ലാവരും ഇതിൻ്റെ അകത്ത് പോവുകയാണ് കേട്ടോ. പോയി ഡെഡായി പോയി. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ഡെഡായി പോയി, ഒന്നും രണ്ടും അല്ല. ഫിഞ്ചസ് തന്നെ ഏകദേശം 100 കൂടുതൽ ഡെഡായി, നമ്മളെ ക്യൂൾസ് ഡെഡായി. അങ്ങനെ ഇതിൻ്റെ അകത്ത് വീഴുന്നവരാരും രക്ഷപ്പെട്ട് കയറി വരത്തില്ല. ആഫ്രിക്കൻസ് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിങ്ങനെ മൂടി ഇടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കും കേട്ടോ. കാരണം ഇവർക്കും അറിയത്തില്ലല്ലോ ഇതൊരു പോണ്ടാണ്, ഇതിനകത്ത് ഇറങ്ങി ഇങ്ങനെ പറ്റുന്നത്. ഇവർക്ക് തിരിച്ച് കയറാനുള്ള ഒരു ഫെസിലിറ്റി ഇതിൻ്റെ അകത്ത് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം ബ്ലൂ ഗൗരി ഉണ്ട്, വൈറ്റ് ഗൗരി ഉണ്ട്, യെല്ലോ ഗൗരി ഉണ്ട്. അതല്ലാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച അതെന്തോന്നായിരുന്നു ആ ഒരു ഗൗര, ആ ഗൗരി ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നമ്മൾ പർച്ചേസ് ചെയ്തത് ഒരാളെ ഞാൻ പിടിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതും ഗൗരയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. എന്തേ പുള്ളി ഗൗര. അപ്പം ഇവനൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പോട്ടാ, ഓക്കെ. അപ്പം ഏഞ്ചൽസിനെയാണ് മാറ്റുന്നത്. ഏഞ്ചൽസ് കുറച്ച് റിസ്ക് ആണ്, അതുകൊണ്ടാണ് ഏഞ്ചൽസിനെ നമ്മൾ മാറ്റിയത്. ഓക്കെ, ഞാനതെ അവരിതിൻ്റെ അകത്ത് ഒഴിക്കാം. ഓ, ഇതിപ്പോൾ നമ്മളതിൽ ഗൗരാസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയി കേട്ടോ. ഏകദേശം 1 2 3 4 ഇത് 5ാമത്തെ വെറൈറ്റി ഗൗരയാണ് കേട്ടോ. ഓനെ കാണാൻ എന്ത് രസമെന്ന് നോക്കിക്കേ, കാണിച്ചു തരാം. ഒരു ഷേപ്പിന് ഒരു വ്യത്യാസം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വേറെ കളർ ഉണ്ടോ? സിൽവർ അല്ലേ? ആ, സിൽവർ. ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കയറുന്നുണ്ട്. ഈ ടോപ്പൊക്കെ കണ്ടോ, ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. നൈസ്. എത്ര പേരാന്ന് നോക്കിയാൽ അടിപൊളി അല്ലേ. ആദ്യത്തെ കുറച്ച് ആൾക്കാർ നമ്മളെ സ്പോൺസർ തന്നെ റിലീസ് ചെയ്തോളൂ. സ്പോൺസർ മേടിച്ചതല്ലേ. ഫസ്റ്റ് ആളെ നിധി പിടിച്ചു കേട്ടോ. കേട്ടോ, ഇതേ അങ്ങോട്ട് റിലീസ് ചെയ്യണം. ഓക്കെ, നൈസ്. അവൻ പോയി. ഇതേ രണ്ടാമത്തെ ആളെയും പിടിച്ചു. ഓക്കെ, എടുത്തോ. ഈ ടാങ്കിലുള്ള ഒരു 5 പേരെ ഇതിൽ റിലീസ് ചെയ്തോ. ആ, ഇതേ 2 പേര്. ഓ, എന്ത് രസം നോക്കിക്കേ. ഒരാൾ ചാടി. ഓ, എടാ ചാട്ടക്കാരാ. ഓക്കെ, ചാടി അപ്പുറത്ത് പോയ കേട്ടോ. ഒറ്റ ചാട്ടം കേട്ടോ. അടുത്ത ആളെ ഇത് പിടിക്കുകയാണ്. ഇതേ പിടിച്ചു. ഓ, ചാടിപ്പോയി. ഓക്കെ, അങ്ങനെ എല്ലാവരും ചാടിപ്പോയി. അവന്മാർ ഭയങ്കര ചാട്ടം കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാടി അപ്പുറത്ത് പൊക്കളയും. ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് എപ്പോഴും മൂടി ഇട്ടേക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് മൂടി ഇടുന്നത് എന്തിനാണ്, ഇത് ഓപ്പണാക്കി ഇട്ടൂടെയെന്ന്. ഇതാണ് പ്രശ്നം കേട്ടോ. ഇതേപോലെ ചാടി നമ്മളെ ജൈൻറ്റ് ഗൗര 3 എണ്ണമാണ് നമുക്ക് ഡെഡായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ ബാക്കി ഒരു 5 പേരെ ഇതിലോട്ട് മാറ്റിയാണ്. ഇതിലോട്ട് മാറ്റിയുള്ള ഉപയോഗം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഭയങ്കര സൈസാവും കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെ കാട്ടി സൈസ് അവന്മാർ വെക്കും. ഇതേ കാരണം എല്ലാവരും എത്തിയിട്ടുണ്ടേ. ഓ, അങ്ങ് ആക്ച്വലി ഇത് ഫസ്റ്റ് ലെയറിൽ മാത്രമല്ല കേട്ടോ, അങ്ങ് താഴെ 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 നമ്മുടെ ഫിഷസ് എല്ലാം വന്ന് നിൽക്കുകയാണേ. നിൽക്കണോ നോക്കിയേ. ആ, നമ്മളെ കബൂത്തോ, നമ്മളെ റെക്ടൈൽ കബൂത്തോ. ഓക്കെ, ദേ നമ്മളെ ഗോൾഡ് ഫിഷ്. അതിൻ്റെ ഫിന്നിനൊക്കെ ബ്ലാക്ക് വന്നു നിധി. ആ, പോട്ടെ. ഇനി ആരുണ്ട്? ഇനി ആരെ പിടിക്കാം? ആരും പറഞ്ഞില്ലേ? നമ്മളെ വലിയ കബൂത്ത വന്നിട്ട് പോയി. ഷാർക്ക് വന്ന്. ആ, ഓക്കെ. അപ്പോൾ 1 2 3 4 5. ഓ, ഒന്ന് എന്നെ നോക്കിയതാ, കാരണം ചാടിപ്പോയോന്ന് അറിയണ്ടേ. ഒരനക്കം ഇല്ല. ഫസ്റ്റ് ആളെ ഞാൻ എടുക്കുകയാണേ. ദേ ആദ്യത്തെ ആളെ ദേ റിലീസ് ചെയ്യണേ. ഓക്കെ. ഓ, തിളങ്ങുന്നല്ലേ വെയിലടിക്കുമ്പോൾ. ഗൗര ഇനി സൈസ് അങ്ങോട്ടെ. ഇതിൻ്റെ ഒരു ഇരട്ടും കൂടി ആവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ദേ രണ്ടാമത്തെ ആള് പോട്ടെ. അങ്ങോട്ട് പോയിക്കോ, വർണ്ണം പോയിക്കോ. 2 പേര് ഒരുമിച്ച് അങ്ങ് റിലീസ് ചെയ്യാം. അതെ, കൊമ്പുണ്ട് കേട്ടോ, മടക്കി വെച്ചേക്കായിരുന്നു. കൊമ്പിന് നീളം കണ്ടോ? ഇവരെ കണ്ണ് ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? ഒരു റെഡ് കണ്ടോ, ഒരു റെഡ് കയറി വന്നിട്ടുണ്ട് ഇവരെ കണ്ണിൽ.
സൂപ്പറായിട്ട്. ഇത് കുഞ്ഞാണ് കേട്ടോ, കൂട്ടത്തിൽ കുഞ്ഞ് ഇവരാണെന്ന് തോന്നുന്നു. ഉണ്ടോ അതിൻ്റെ അകത്ത്? ഓക്കെ പോട്ടെ, പോട്ടെ. ഓക്കെ, ഇനി നമ്മൾ കുളം വറ്റിക്കുമ്പോൾ ഇവരെല്ലാവരെയും കാണാം. സൈസ് എങ്ങനെയായിരിക്കും അപ്പം അറിയാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അകത്തിട്ട ആൾക്കാർ ഇതേ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴും അടച്ചന്നെ ഇട്ടേക്കാം, കാരണം ഇവന്മാർ ഭയങ്കര ചാട്ടമായിരിക്കും കേട്ടോ. ഇനിയും നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫിഷസ് ആഡ് ചെയ്യും. പക്ഷേ ഇതല്ല, ഈ ടാങ്കിൽ നമുക്ക് കുറച്ച് ചെടികളും കുറച്ച് സെറ്റപ്പ് ഉണ്ട്, അതെല്ലാം പറഞ്ഞു തരാം. പുറകെ നമ്മളെ വീഡിയോ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് വരും കേട്ടോ. അത് ഒരുപാട് അപ്ഡേഷൻസ് ഒരുമിച്ച് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി, ഒരു ഫിൽറ്റർ അല്ല, നമുക്ക് 2 ഫിൽറ്റർ യൂണിറ്റ് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് വീഡിയോ എന്ത് ചെയ്താലോ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൂടെ അവസാനിപ്പിക്കും. ഇതിനുള്ള വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. അപ്പോൾ അതിന് ബൈ 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 ബൈ.